2026 ജനുവരി 20 മുതൽ 26 വരെ ആസൂത്രണം ചെയ്ത ഗുജറാത്ത് യാത്രയുടെ ഐറ്റിനറിയിൽ തുടക്കത്തിൽ ലോത്തൽ ഉണ്ടായിരുന്നില്ല. യാത്ര പുറപ്പെടുന്നതിന് ഏതാണ്ട് 10 ദിവസം മുമ്പ് യാദൃച്ഛികമായി തപോമയുടെ അച്ഛൻ എന്ന ഇ. സന്തോഷ് കുമാറിൻ്റെ നോവൽ വായിക്കാനിടയായപ്പോഴാണ് അതിൽ പരാമർശിച്ച ലോത്തൽ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലം സന്ദർശിക്കണമെന്ന ചിന്ത മനസ്സിലുദിച്ചത്. ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ സതീഷുമായി ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ യാത്രയുടെ 4-ാം ദിവസം വഡോദരയിൽ നിന്നും രാജ്കോട്ടിലേക്കുള്ള യാത്രാമധ്യേ ലോത്തൽ കൂടി സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു. പ്രവേശന കവാടം കടന്ന് അകത്തെത്തിയാൽ ആദ്യം കാണുന്നത് ഈ ഡോക്ക് യാർഡാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമായി ഇത് കണക്കാക്കപ്പെടുന്നു. ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച വലിയ ചതുരാകൃതിയിലുള്ള തടാകം പോലെയാണിത്. സിന്ധു നദീതട നിവാസികൾക്ക് മെസൊപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, പേർഷ്യ തുടങ്ങിയ സമകാലിക നാഗരികതകളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ്. പിന്നീട് നാം കാണുന്നത് ഈ വെയർഹൗസാണ്. തുറമുഖത്തിന് തൊട്ടടുത്തായി ചരക്കുകൾ സൂക്ഷിക്കാനായി ഉപയോഗിച്ച വലിയ സംഭരണശാലയാണ് ഇത്. ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച തറയിലാണ് ഇതിൻ്റെ മുറികൾ പണികഴിപ്പിച്ചിരുന്നത്. മുറികളെല്ലാം ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നു. എങ്കിലും തറകൾ അതുപോലെ ഇപ്പോഴും അവിടെ കാണാം. നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയുക പഴയ കാലത്തുണ്ടായിരുന്ന അപ്പർ ടൗൺ, ലോവർ ടൗൺ, ബീഡ് ഫാക്ടറി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളാണ്. ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതുപോലെ സിന്ധു നദീതട നിവാസികളുടെ നഗരാസൂത്രണത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നവ തന്നെ. ഓരോന്നിനെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ അവിടെയായി ഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വെയർഹൗസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ വിശദമായി കാണുകയാണ് ഇവിടെ. കാലമേറെ കടന്നുപോയിട്ടും ആ ചുടുകട്ടകൾക്ക് യാതൊരു മാറ്റവുമില്ല. ഇവിടെ നിന്ന് നിരവധി ടെറാക്കോട്ട മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്. ചരക്കുകൾ കെട്ടിപ്പൂട്ടിയ ശേഷം അവയിൽ മുദ്ര പതിപ്പിച്ചിരുന്നതിൻ്റെ അടയാളങ്ങൾ ഇവയിൽ കാണാം. ഇത് ലോത്തലിലെ വ്യാപാര നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്: ലോത്തൽ വെറുമൊരു നഗരമായിരുന്നില്ല. അത്യാധുനികമായ എൻജിനീയറിംഗ് വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യാപാര ഹബ്ബുകളിൽ ഒന്നുകൂടിയായിരുന്നു ലോത്തൽ. ലോത്തലിലെ ചരിത്ര ശേഷിപ്പുകൾക്ക് മുമ്പിലാണ് ഇപ്പോൾ നാമുള്ളത്. ആ കാലത്തെ ചുട്ട ഇഷ്ടിക കാണാം. പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ SR റാവുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പര്യവേക്ഷണത്തിലാണ് 1954 സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ലോത്തൽ തിരിച്ചറിഞ്ഞത്. 1955-56 കാലഘട്ടത്തിലാണ് പ്രധാനമായും പര്യവേക്ഷണം നടന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും അവിടെ പര്യവേക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും പര്യവേക്ഷണം തുടരുകയാണ്. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ നിന്ന് മുമ്പ് കണ്ടെടുത്ത മാതിരിയുള്ള ഒരു ചുവന്ന മൺകുടം അവിടെ കണ്ടെടുക്കപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഫോട്ടോ പകർത്തുവാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല.
നഗരാസൂത്രണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായ ഓവുചാലുകളെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന കിണറുകളെക്കുറിച്ചുമൊക്കെ പാഠപുസ്തകങ്ങളിൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നേരിൽ കാണാൻ ലഭിച്ച അവസരം ജീവിതത്തിലെ അപൂർവ ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. ഒരു സംസ്കാരം കഴിഞ്ഞ് തകർന്നു പോകുമ്പോൾ കുറേ നൂറ്റാണ്ട് 1000-500 വർഷം കഴിയുമ്പോൾ അടുത്തൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഈ കരയുടെ മീറ്റിംഗ് ഗ്രൗണ്ട്, അതുപോലെ എന്താണ് ധാന്യപ്പുര, കുളം, അങ്ങനെ എല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് സിറ്റഡൽ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എന്താ പറയുന്നത്, അത് ഇതൊരു എന്താ അപ്പർ ടൗൺ ആണെങ്കിൽ ഫോർട്ടിഫൈഡ് പ്ലേസ് ആണ്, അത് ലോവർ ടൗൺ അങ്ങോട്ട് അങ്ങനെ. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം അപ്പർ ടൗൺ ആണെങ്കിൽ മറ്റേ ഭാഗം ലോവർ ടൗൺ ആണ്. കുറച്ചകലെയായി അക്കാലത്തുണ്ടായിരുന്ന സെമിത്തേരിയുടെ അവശിഷ്ടങ്ങളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന മൊഹൻജോദാരോ, ഹാരപ്പ എന്നിവ കണ്ടെത്തി 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോത്തൽ കണ്ടെത്തിയത്. ഇതിലേക്ക് നയിച്ചതാകട്ടെ ഇന്ത്യയുടെ വിഭജനവും. സ്വാതന്ത്ര്യത്തിന് ശേഷം മൊഹൻജോദാരോയും ഹാരപ്പയും ഉൾപ്പെടെയുള്ള സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമായപ്പോൾ ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാഗമായ ഈ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും കൂടി ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് 1921-22 കാലഘട്ടത്തിൽ കണ്ടെടുക്കപ്പെട്ട മൊഹൻജോദാരോ, ഹാരപ്പ ഇവയ്ക്ക് പിന്നാലെ 1954, അതായത് 32 വർഷത്തിന് ശേഷം ലോത്തലിൽ പരിവേഷണം നടക്കുന്നതും ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതും. സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗുജറാത്ത് മേഖലയിലേക്ക് എത്രമാത്രം വ്യാപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ലോത്തലിലെ പര്യവേഷണങ്ങൾ സഹായകമായി. ലോത്തലിലെ പര്യവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പുരാവസ്തു ഗവേഷകനായ SR റാവു ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഇദ്ദേഹത്തെ പിന്നീട് ഏറ്റവും പ്രശസ്തനാക്കിയത് ഗുജറാത്തിലെ ദ്വാരകയിൽ കടലിനടിയിൽ നടത്തിയ പര്യവേക്ഷണങ്ങളാണ്. 1980-കളിൽ ഇവിടെ അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ കടലിനടിയിൽ മുങ്ങിപ്പോയ വലിയൊരു നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോത്തലിലെ ഈ കാഴ്ചകൾ നൽകുന്ന ആവേശം ദ്വാരകയിൽ കൂടി പോകണമെന്നുള്ള താല്പര്യം ഞങ്ങളെല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ യാത്രയിൽ അതിനുള്ള സമയമില്ല. എന്തുതന്നെയായാലും മറ്റൊരു യാത്ര ദ്വാരകയിലേക്ക് നടത്തുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും.
നടന്നാലും നടന്നാലും തീരാത്തത്രയും വിശാലമായ പ്രദേശം. കണ്ടാലും കണ്ടാലും മതിവരാത്ത അത്ഭുത കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. പക്ഷേ കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാൻ ഞങ്ങൾക്കില്ല. മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രാമധ്യേ ഇടത്താവളം എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയതാണ് ഈ സന്ദർശനം. 15-20 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയെങ്കിലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച കേന്ദ്രമായിട്ട് ഇത് മാറുകയായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമയം ഇതിനകത്ത് ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ മെല്ലെ പുറത്തേക്കിറങ്ങിയത്. ആദ്യം ഇങ്ങോട്ട് നടക്കുമ്പോൾ കണ്ട അതേ സ്ഥലങ്ങൾ മറ്റു വഴിയിലൂടെ തിരിച്ചു വരുമ്പോഴും കാണുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ കണ്ട വെയർഹൗസിൻ്റെ ഒരു വശത്തുകൂടി മെല്ലെ ഇറങ്ങി പഴയ ഡോക്ക് യാർഡിൻ്റെ അവിടെ എത്തി. ഗേറ്റ് വഴി പുറത്ത് കടന്ന ശേഷം ഞങ്ങൾ പോയത് പര്യവേക്ഷകരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന കൂടാരങ്ങളിലേക്കായിരുന്നു. ഇതുപോലുള്ളൊരു പ്രദേശത്ത് എത്രമാത്രം ത്യാഗം സഹിച്ചാണ് ഇവർ ഇതുപോലുള്ള ഷെഡുകളിൽ കഴിയുന്നത്, എത്ര ആത്മാർത്ഥതയോടെയാണ് ഇവർ പണിയെടുക്കുന്നത്. ഇങ്ങനെയുള്ള എത്രയോ ആളുകളുടെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് മൺമറഞ്ഞ ചരിത്രങ്ങൾ പലതും നമ്മുടെ കൺമുമ്പിലേക്ക് വന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു ഈ യാത്രയിലൂടെ ഞങ്ങൾ.